രാജ്യത്തിന്റെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൌത്യമായ ഗഗൻയാൻ പദ്ധതി അന്തിമഘട്ടത്തിലേക്കെന്ന് ISRO. പേടകത്തിന്റെ സുരക്ഷാ പരീക്ഷണങ്ങൾ ഉടൻ തുടങ്ങുമെന്ന് ISROയുടെ ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ഡയറക്ടർ ജോർജി എസ് ചാമൻ ജനം ടിവിയോട് പറഞ്ഞു. ജനം എക്സ്ക്ലൂസീവ്. രാജ്യത്തിന്റെ അഭിമാന ദൌത്യമായ ഗഗൻയാൻ പദ്ധതിയുടെ ഒരുക്കങ്ങൾ ISRO കേന്ദ്രങ്ങളിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പേടകത്തിന്റെ സുരക്ഷാ പരീക്ഷണങ്ങളും വിക്ഷേപണ വാഹനത്തിന്റെ തയ്യാറെടുപ്പുകളും അവസാന ഘട്ടത്തിലാണ്. ദൌത്യത്തിന്റെ നിർണായക പരീക്ഷണ പറക്കലുകൾ ഉടൻ ഉണ്ടാകുമെന്ന് ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ഡയറക്ടർ ജോർജി എസ് ചാമൻ ജനം ടിവിയോട് പറഞ്ഞു. ചന്ദ്രയാൻ, മംഗൾയാൻ ദൌത്യങ്ങളിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. The first mission is slightly delayed because it's the first attempt, no? So there are new technologies are involved. So we are testing it and seeing that we want to have a 100% successful mission we want to achieve. That is why we are taking little more time. ഇന്ത്യൻ ഗഗനയാത്രികരെ ബഹിരാകാശത്തെത്തിക്കുന്നതിന് മുന്നോടിയായി 3 ആളില്ലാ ദൌത്യങ്ങളുടെ ഒരുക്കങ്ങളിലാണ് ISRO. വ്യോമമിത്ര എന്ന മനുഷ്യ റോബോട്ടിനെയും ബഹിരാകാശത്തേക്ക് അയക്കും. And the work for the G1 mission, that is the first mission, is already completed and the testing is going on currently. And for the other second crew module, now activities are in full swing. And all the designs are completed and we are in the fabrication stage and fabrication activities are also in progress. അടുത്തിടെ ക്രൂ മൊഡ്യൂൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫ്ലോട്ട് ഇൻഫ്ലേഷൻ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് മറ്റൊരു സുപ്രധാന നാഴികക്കല്ലായി മാറിയെന്നുമാണ് ഇസ്രോയുടെ നിലവിലെ വിലയിരുത്തൽ. ചന്ദ്രയാനും ആദിത്യ ദൌത്യങ്ങൾക്ക് ശേഷം ഗഗൻയാനിലൂടെ മറ്റൊരു ചരിത്ര നേട്ടത്തിന് അരികിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ ശാസ്ത്രലോകത്തിന് ഈ ബഹിരാകാശ ദിനം നൽകുന്നത് പുത്തൻ ഊർജ്ജമാണ് നൽകുന്നത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം കെ ബി ശ്യാമപ്രസാദ്, ജനം.